ചെയ്തിട്ടുണ്ട്, വഴിപിഴപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. അതിനാൽ ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി, ആരെന്നെ പിൻപറ്റിയോ അവൻ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. വമൻ അസ്വാനി, ആരെന്നെ ധിക്കരിച്ചോ ഫഇന്നക ഗഫൂറുർ റഹീം, പടച്ചോനെ നീ അങ്ങേയറ്റത്തെ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അത് ഓതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയണമെന്ന് പറഞ്ഞു. കരച്ചിൽ നിർത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും നബി അടുത്ത ആയത്ത് ഓതും. സൂറത്തുൽ മാഇദയിലെ ഈസാ നബി നാളെ പരലോകത്ത് ഹാജരാകും. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് ക്രിസ്തീയ വിഭാഗമാണ്. ആരാണ് ക്രൈസ്തവർ? ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് ഭൂമിയിലേക്ക് പഠിപ്പിക്കാൻ ഇസ്രായേലിലേക്ക് നിയോഗിച്ച ആ പ്രവാചകനെ ദൈവമായി ആരാധിക്കുന്നവർ അല്ലേ. ഇന്ന് ക്രിസ്ത്യാനികൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ഈസാ നബിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഈസാ നബിയുടെ ഉമ്മയായ കന്യാമറിയത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. മാതാവിനോടും പിതാവിനോടും പുത്രനോടുമാണ് അവർ പ്രാർത്ഥിക്കുന്നത് അല്ലേ. എന്നിട്ടോ ആ ഈസാ നബി നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുന്ന ഒരു സന്ദർഭം വരാണ്ട്. ആ സന്ദർഭത്തിൽ അള്ളാഹു പറയുന്ന സന്ദർഭം, യാ ഈസ ഇബ്നു മറിയം, അല്ലയോ മറിയമിന്റെ മകനായ ഈസ, അഅൻത ഖുൽത ലിന്നാസ്, നീയാണോ ജനങ്ങളോട് പറഞ്ഞത് ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാ, എന്നെ അല്ലാഹുവിനെ കൂടാതെ തന്നെയും തന്റെ മാതാവിനെയും ആരാധിച്ചു കൊള്ളാൻ നീയാണോ ജനങ്ങളോട് പറഞ്ഞത് എന്ന് നാളെ അള്ളാഹു മഹ്ശറയിൽ വെച്ച് ഈസാ നബിനോട് ചോദിക്കുമെന്ന് സൂറത്തു മാഇദയിൽ അള്ളാഹു പറയുന്നുണ്ട്. കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വഴിപിഴച്ചു പോയത് ഈ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടത് കൊണ്ടാണ്. എന്താണ്? അവരിലേക്ക് വന്ന പ്രവാചകനെ അവർ ദൈവമാക്കി മാറ്റി. അവർ ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞു. അവർ ഈസാ നബിയോടാണ് പ്രാർത്ഥിക്കുന്നത്. ഈസാ നബിയുടെ മാതാവായ കന്യാമറിയത്തോടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നാളെ പടച്ചോൻ ഈസാ നബിയോട് ചോദിക്കും, നീയാണോ ജനങ്ങളോട് പറഞ്ഞത് നിന്നെയും നിന്റെ മാതാവിനെയും ആരാധിക്കാനാണ്? ഖാല സുബ്ഹാനക, നീ എത്ര പരിശുദ്ധൻ. ഈസാ നബി പറയുമെന്നാണ്, നീ എത്ര പരിശുദ്ധനാണ് പടച്ചോനെ. മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ബി ഹഖ്ഖിൻ, എനിക്ക് യാതൊരു അവകാശവും ഇല്ലാത്തത് ഞാൻ എങ്ങനെ പറയാനാണ്? ഞാൻ പറയില്ല അല്ലേ. എനിക്ക് പറയാൻ അവകാശമില്ലാത്തത് ഞാൻ പറയില്ല. ഇൻ കുൻതു ഖുൽതുഹു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫഖദ് അലിംതുഹു, അത് നീ അറിയും പടച്ചോനെ. അത് നീ അറിഞ്ഞിട്ടുണ്ടല്ലോ പടച്ചോനെ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നീ അത് അറിഞ്ഞിരിക്കുമല്ലോ റബ്ബേ അല്ലേ. തഅലമു മാ ഫീ നഫ്സി, എൻ്റെ നഫ്സിലുള്ളത് നീ അറിയും. എൻ്റെ നഫ്സിൽ വലാ അഅലമു മാ ഫീ നഫ്സിക, നിന്റെ മനസ്സിലുള്ളത് എനിക്കറിയില്ല. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, നീ എല്ലാം അറിയുന്നവനാണല്ലോ പടച്ചോനെ. മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബിഹി, നീ എന്നോട് കൽപ്പിച്ച കാര്യം അത് മാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. അനിഅ്ബുദുല്ലാഹ റബ്ബീ വ റബ്ബക്കും, എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനെ ആരാധിക്കണം എന്നേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ അല്ലേ. ബൈബിൾ വായിച്ചാൽ ഇപ്പോഴും അതേ കാണാൻ പറ്റുള്ളൂ. ബൈബിളിൽ എവിടെയും ഈസാ നബി അലൈഹി സ്വലാം, യേശു ക്രിസ്തു എന്ന് വിളിക്കുന്ന ഈസാ നബി അലൈഹി സ്വലാം നമ്മൾ പുതിയ നിയമത്തിലോ പഴയ നിയമത്തിലോ എവിടെ പരിശോധിച്ചാലും അവിടെ നിങ്ങൾ എന്നെ ആരാധിക്കണം, എൻ്റെ മാതാവിനെ ആരാധിക്കണം, എന്നെ വിളിച്ച് പ്രാർത്ഥിക്കണം, എൻ്റെ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ എവിടെയും പഠിപ്പിച്ചതായിട്ട് കാണാൻ സാധ്യമല്ല. പകരം എന്താണ് കാണാൻ പറ്റുക? ഈസാ നബി പറഞ്ഞത് എന്താണ്? നമ്മുടെ കർത്താവ് ഏക കർത്താവ്, ആ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്നാണ്. ആരെയാണ് ആരാധിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പം നമ്മുടെ കർത്താവ് ഏക കർത്താവ്, ആ കർത്താവിനെയാണ് ആരാധിക്കേണ്ടത് എന്നാണ് ഈസാ നബി പഠിപ്പിച്ചത്. ഒരിടത്തും ബൈബിളിൽ പുതിയ നിയമത്തിൽ ഈസാ നബി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നെ ആരാധിക്കണമെന്ന്, എൻ്റെ മാതാവിനെ ആരാധിക്കണം. അതുകൊണ്ട് നാളെ പരലോകത്ത് ഈസാ നബി പറയുമെന്ന് ഖുർആനിൽ പറയാണ്. എന്താണ്? മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി, നീ എന്നോട് കൽപ്പിച്ചത് എന്താണോ റബ്ബേ അതേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. അതെന്താണ്? അനിഅ്ബുദുല്ലാഹ റബ്ബീ വ റബ്ബക്കും, എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. നമ്മുടെ കർത്താവ് ഏക കർത്താവ്, ആ കർത്താവിനെ ആരാധിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ടോ വകുന്തു അലൈഹിം ഷഹീദ മാ ദുംതു ഫീഹിം, ഞാൻ അവർക്കിടയിൽ ഉണ്ടായിരുന്നപ്പോഴൊക്കെ ഞാൻ അതിന് സാക്ഷിയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ടോ ഫലമ്മാ തവഫൈതനി, എന്നെ നീ പൂർണ്ണമായി ഏറ്റെടുത്തു, ആകാശത്തേക്ക് ഉയർത്തി അല്ലേ. ആകാശത്തേക്ക് ഈസാ നബിനെ ഉയർത്തിയതിനു ശേഷം കുന്ത അൻതർ റഖീബ അലൈഹിം, അള്ളാഹുവേ നീയാണ് അവരെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നവൻ, ഞാനല്ല, നിനക്കറിയാം എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. നീ എല്ലാ കാര്യത്തിനും സാക്ഷിയാണ്. എന്നിട്ട് അവസാനം ഈസാ നബി പറഞ്ഞൊരു വാക്കുണ്ട്, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണല്ലോ റബ്ബേ,
എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ ദാസന്മാരാണ്, നീ അവർക്ക് പുറത്തു കൊടുത്താൽ നീ പ്രതാപിയും യുക്തിമാനുമാണ് എന്ന് പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നീ പുറത്തു കൊടുത്താൽ നീ പ്രതാപിയും യുക്തിമാനുമാണ്, നീയാണല്ലോ അവരുടെ യജമാനൻ, നിന്റെ ദാസന്മാരാണല്ലോ അവർ എന്ന് ഈസാ നബി പറയുന്ന ഈ ആയത്തോതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് പറയാണ്, നബി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഈ രണ്ടായത്തോതിയിട്ട്. ഇബ്രാഹിം നബി തന്റെ അനുയായികളുടെ വിഷയത്തിൽ പറയുന്ന ആയത്തോതിയിട്ട്, ഈസാ അലൈഹിസ്സലാം നാളെ മഹ്ശറയിൽ വെച്ച് പറയുന്ന ഈ ആയത്തോതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. യാ ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ട് നബി കരഞ്ഞുകൊണ്ടേയിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കിനോട് ചോദിക്കണം, എന്തിനാണ് മുഹമ്മദ് കരയുന്നത് എന്നാണ്. എന്നിട്ട് അപ്പോൾ ഈ രണ്ടായത്തോതിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മലക്ക് അള്ളാഹുവിനോട് പറയുന്നതാണ്. അപ്പോൾ അള്ളാഹു മറുപടി പറഞ്ഞ എന്തായോ, മുഹമ്മദിനോട് നീ പോയി പറയുക, എന്ത് നിന്റെ ഉമ്മത്തിന്റെ വിഷയത്തിൽ ഞാൻ ഒരിക്കലും നിന്നെ വിഷമിപ്പിക്കുകയില്ല പ്രവാചകരെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട് നമുക്ക് സ്വഹീഹായ ഹദീസിൽ കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നരകത്തിന്റെ വാതിൽ അന്ന് നേക്കുമായി അടക്കുന്ന സന്ദർഭത്തിൽ തൗഹീദുള്ള മുഴുവൻ ഉമ്മത്തികളെയും അള്ളാഹുവിന്റെ റസൂലിന്റെ മുഴുവൻ അനുയായികളെയും ശിർക്ക് ചെയ്യാത്ത മുഴുവൻ ആളുകളെയും നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് മാറ്റുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു ശിർക്ക് ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഖുർആൻ ഓതിയിട്ട് കരഞ്ഞത് എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? ആ ഖുർആൻ ഉള്ളിൽ തട്ടിയത് കൊണ്ടാണ്.